മുളിയാക്കോവിലെ കൊലപാതകത്തിന് പിന്നിൽ പ്രണയ നൈരാശ്യം എന്ന പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. കൊല്ലപ്പെട്ട ഫെബിൻ ജോർജിന്റെ സഹോദരിയുമായുള്ള വിവാഹം ഒഴിവായതിന്റെ വൈരാഗ്യത്തിലാണ് തേജസ് കൊല നടത്തിയത്. വീട്ടിലേക്ക് ഓടിക്കയറി ഇന്ധനവുമായി ഓടിക്കയറിയായിരുന്നു കൊല. യഥാർത്ഥത്തിൽ ലക്ഷ്യമിട്ടത് ആ പെൺകുട്ടിയെയാണ്. വിവാഹത്തിൽ നിന്ന് പിന്മാറിയ ആ പെൺകുട്ടിയെയാണ്. പർദ്ദ ധരിച്ചെത്തിയ തേജസിന്റെ മുഖം വ്യക്തമായി കണ്ടു എന്ന് ഫെബിന്റെ അമ്മ ഡെയ്സി പറഞ്ഞു. കേരളം ഇപ്പോൾ ഭ്രാന്താലയമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്ന അതിക്രൂരമായ കൊലപാതകം, അതിന് പിന്നാലെ പോയ ആത്മഹത്യ ചെയ്യലും. 22 വയസ്സുള്ള ഫെബിനെയാണ് കൊലപ്പെടുത്തിയത്. ഫെബിൻ അച്ഛനും അമ്മയ്ക്കും ഒപ്പം നിൽക്കുമ്പോൾ ഒരു വെള്ളക്കാറിൽ ഒരു ഫർദ അണിഞ്ഞ യുവാവ് വീട്ടിലേക്ക് കയറി വന്നു. അച്ഛൻ പേരയ്ക്ക് കണ്ടിച്ചോണ്ടിരുന്നതാണ്. ആ കത്തി പിടിച്ചു വാങ്ങിയിട്ട് ഫെബിനെ ആഞ്ഞു കുത്തുവാണ്. അച്ഛൻ ഓടിച്ചെന്ന് തടസ്സം പിടിക്കാൻ ചെന്നു. അച്ഛനും കിട്ടി കുത്ത്. ഇതെല്ലാം കണ്ടിട്ട് ഈ അമ്മ നിസ്സഹായയായിട്ട്, ഇതിനെല്ലാം സാക്ഷിയായിട്ട് ഈ ഫെബിന്റെ അമ്മയ്ക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ആരാണ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്ന് അവർക്ക് മനസ്സിലായില്ല. ഏതോ ഒരുത്തൻ ഫർദ ഇട്ട് വന്ന് വെള്ളക്കാറിൽ വന്നിട്ട് കുത്തിയിട്ട് പോയി. ഈ കുത്തുണ്ടപ്പോ തന്നെ ഈ ഫെബിൻ ഇറങ്ങി ഓടിയിട്ട് റോഡിലാണ് പോയി വീണത്. ശരിക്കും ഇവർക്ക് അപ്പോഴും മനസ്സിലാവുന്നില്ല ഇത് ആരാണ് ചെയ്തതെന്നോ എന്താണെന്നോ ഒന്നും. അതുവഴി ബൈക്കിൽ വന്ന ഒരു യുവാവ് ഫെബിൻ അവിടെ ചോരയിൽ കുളിച്ചു കിടക്കുന്നത് കണ്ട് ഉടനെ തന്നെ അടുത്തുള്ള ഒരു ഓട്ടോ സ്റ്റാൻഡിൽ ചെന്നിട്ട് പറഞ്ഞു, അവിടെ ഒരു ആശുപത്രി കേസാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെന്ന് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അത്രയ്ക്ക് അർജന്റ് ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഓട്ടോക്കാര് ഇവിടെ വന്ന് ഇവരെ കണ്ടപ്പോ തന്നെ മനസ്സിലായി കുത്തേറ്റ് കിടക്കുവാണെന്ന്. പെട്ടെന്ന് തന്നെ അച്ഛനെയും മകനെയും അമ്മയുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ഈ ഫെബിൻ മരിച്ചിരുന്നു. അച്ഛനാണെങ്കിൽ ആദ്യമേ ചെറിയ മുറിവേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതൊരു നല്ല മുറിവ് തന്നെയായിരുന്നു. അച്ഛന് കുത്തേറ്റെങ്കിലും അത് അത്ര സീരിയസ് ആണെന്ന് അവർക്ക് തോന്നിയില്ലായിരുന്നു. പക്ഷെ ഡോക്ടർ പരിശോധിച്ചപ്പോൾ ആന്തരിക രക്തസ്രാവം ഉണ്ടെന്ന് മനസ്സിലായി. എത്രയും പെട്ടെന്ന് തന്നെ സർജറി നടത്തണം എന്നും പറഞ്ഞിരുന്നു. അങ്ങനെ അച്ഛനെ പെട്ടെന്ന് തന്നെ സർജറിക്ക് കയറ്റി. പുറത്ത് കാവലായിട്ട് അമ്മയും കൂട്ടിരുന്നു. തൊട്ടപ്പുറത്ത് ജീവനറ്റ മകന്റെ ശരീരവും ഉണ്ടായിരുന്നു. ഇതേ സമയം കൊല്ലം കടപ്പാക്കടയിൽ ഒരു യുവാവിന് ട്രെയിൻ തട്ടി മരിച്ചു എന്നുള്ള ഒരു സന്ദേശം പോലീസിന് കിട്ടി. ഉടനെ പോലീസുകാർ അവിടെ എത്തി പരിശോധനയൊക്കെ നടത്തിയപ്പോൾ ഒരു വെള്ളക്കാറും കണ്ട് അതിൽ കുറച്ച് ബ്ലഡിന്റെ അംശങ്ങളും ഒക്കെ കണ്ടുകിട്ടി. അങ്ങനെ തെരച്ചിലിനൊടുവിൽ ആ യുവാവിനെയും കണ്ടുകിട്ടി. കുറെ ചിഹ്നം ഭിന്നമായ ശരീരവും കിട്ടിയിട്ടുണ്ട്. അത് തേജസ് ആണെന്ന് മനസ്സിലായി. ഈ തേജസ് ആണ് ഫെബിനെ കൊലപ്പെടുത്തിയത്. ഇതിന് കാരണമെന്ന് പറയുന്നത് ഫെബിനും തേജസും തമ്മിൽ പരിചയക്കാരാണ്. അവര് സുഹൃത്തുക്കളുമാണ്. ഇവരുടെ 2 വീട്ടുകാരും തമ്മിൽ പരിചയക്കാരുമാണ്. 2 വീട്ടുകാരും തമ്മിൽ നല്ല അടുപ്പവും ഉള്ളതാണ്. അങ്ങനെ ഒരു ദിവസം ഈ 2 വീട്ടുകാരും തമ്മിൽ പിരിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തേജസും ഈ ഫെബിന്റെ പെങ്ങളും തമ്മിൽ അങ്ങ് ലൈനായി, അതായത് അടുപ്പമായി. ഈ തേജസും ഫ്ലോറിയും തമ്മിൽ ഒരു ബാങ്ക് കോച്ചിങ് സെന്ററിൽ വെച്ചാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത്. അവിടെ വെച്ച് ഇവര് പ്രണയത്തിലാവുകയും പിന്നീട് ആ പ്രണയം മൂത്ത് അവര് വിവാഹം കഴിക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിക്കുകയും ചെയ്തു. അങ്ങനെ തേജസ് ആണെങ്കിൽ ഫ്ലോറിയുടെ വീട്ടിൽ വന്ന് വിവാഹം ആലോചിച്ചു. അങ്ങനെ വിവാഹം 2 വീട്ടുകാരും ചേർന്ന് വിവാഹം എല്ലാം ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ ഈ ഫ്ലോറിക്ക് ഈ ബന്ധത്തിന് തീരെ താല്പര്യം ഇല്ലാതായി. ഫ്ലോറിക്ക് ഇതിനിടയ്ക്ക് വേറെ ജോലിയൊക്കെ കിട്ടിപ്പോയിരുന്നു. അതിനിടയ്ക്ക് ഈ ഫ്ലോറിക്ക് ഈ ബന്ധത്തിനോട് താല്പര്യം ഇല്ലാതായി. അതാണെങ്കിൽ ഇവനില് ഭയങ്കര ഡിപ്രഷനും ഒക്കെ ആയി. പിന്നീട് ഗുളികയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവൻ. പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനാണ് ഈ തേജസ്. ഈ പ്രണയ നൈരാശ്യം, അതായത് ഫ്ലോറി ആണെങ്കിൽ കൈയൊഴിഞ്ഞില്ലേ, അത് അവനിക്ക് തീരെ താങ്ങാൻ പറ്റിയില്ല. അവനാകെ ഡിപ്രഷനിലായി, ഗുളിക കഴിച്ച് അവൻ അങ്ങനെ ഒരു മൈൻഡിലേക്ക് അങ്ങ് മാറിപ്പോയി. കാരണം അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടുള്ള പ്രേമമായിരിക്കാം, അതായിരിക്കും അവനിങ്ങനെ സംഭവിച്ചത്. പക്ഷേ അവനാണെങ്കിൽ കരുതിക്കൂട്ടി വന്നത് ഫ്ലോറിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചെന്നപ്പോഴോ ഫ്ലോറി അവിടെ ഇല്ല. കിട്ടിയതോ ഫെബിനെയാണ് കിട്ടിയത്. എന്തായാലും ഈ ഒരു പ്രണയക്കുരുതിക്ക് വേണ്ടിയിട്ട് ആ സഹോദരനെ കുരുതി കൊടുത്തു എന്ന് തന്നെ പറയാം. എല്ലാ പ്രണയങ്ങളും വിവാഹത്തിൽ അവസാനിക്കുന്നില്ല. എന്തായാലും ഈ ഒരു പ്രണയപ്പക കാരണം 2 യുവാക്കളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഇവരെ ഓട്ടിക്കും, ആരെയും കണ്ടില്ല. ബൈക്കിൽ വന്നവരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഞാൻ പറയുന്ന കേൾക്കുന്ന അല്ലാതെ ആരും ഒന്നും ഇറങ്ങി വന്നില്ല. അപ്പോഴത്തേക്കും കുത്തി ബ്ലഡ് ഇങ്ങനെ വെള്ളം പോലെ ഒഴുകി അവർ ഓടി വന്ന് വീണ്. അപ്പൊ ജോലി പറഞ്ഞ് എനിക്കും കുത്തുണ്ടെന്ന്. ഓട്ടോയ്ക്കകത്ത് കൊണ്ടുവന്നപ്പം തന്നെ അവന് അനക്കൊന്നും ഇല്ലായിരുന്നു.
എനിക്ക് വയ്യ. എൻ്റെ കൊച്ചിന് മകൻ പറ്റുമോന്ന് എനിക്ക് തോന്നുന്നു. പർദ്ദയിട്ടാ വന്നത്.